ഫസ്റ്റ് ഹാഫിന് കുറച്ച് ലെങ്ത് കൂടിപ്പോയി. അങ്ങനെയൊക്കെ ഒരു ക്രിയാത്മക വിമർശനങ്ങൾ ഇല്ല. പുള്ളി ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അത് പറയാനും പറ്റില്ല. അതാണ് വറീദ് മാപ്പിളയ്ക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഞാൻ പറഞ്ഞു വന്നപ്പോഴേ നിർത്തിയത്. പിന്നെ സ്പോയിലർ ആവുന്നുള്ളത് കൊണ്ട് ഞാൻ നിർത്തുന്നില്ല. ഇപ്പൊ നിങ്ങൾ സമയം ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞത്? വൻ ബുദ്ധിയാണ്. പഠിച്ച് SA സെലക്ഷന് പോയി എന്നിട്ട് SI ആയ ആളാണ്. അയ്യോ, വെറുതെ പോലീസിൽ കയറാൻ പറ്റുമോ? ആ, ബുദ്ധിയുണ്ട്. എന്ത് തരം ബുദ്ധിയാന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ശരിക്കും ഇത് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത്, ഇപ്പം ആടിനെ ഇപ്പൊ സിനിമ കഴിഞ്ഞപ്പോൾ ചേട്ടാ പെട്ടെന്ന് തീർന്നു പോയി സിനിമ കണ്ട്, ആ ക്രോസ് ഓവർ കഴിഞ്ഞ് പെട്ടെന്ന് തീർന്നു പോയി സിനിമ, പിന്നെ ഫസ്റ്റ് ഹാഫിന് കുറച്ച് ലെങ്ത് കൂടിപ്പോയി, അങ്ങനെയൊക്കെ ഒരു ക്രിയാത്മക വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. വിചാരിച്ച സിനിമയല്ല, ഞങ്ങൾ ആടിറ്റു പ്രതീക്ഷിച്ചാണ് വന്നത്. അപ്പം ആദ്യമേ ഞങ്ങൾ പറഞ്ഞിരുന്നു ആടിറ്റു പോലൊരു സിനിമയല്ല, കാലഘട്ടത്തിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുവരുന്ന ഒരു സിനിമയാണ്, എപ്പിക് ഫാന്റസിയിലേക്ക് മാറുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പെട്ടെന്ന് അവസാനിച്ചതും ഈ ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾ ലെങ്ത് കൂടിപ്പോയി എന്ന് പറയുന്നതും ഇനിയാണ് ആക്ച്വലി സിനിമ തുടങ്ങുന്നത്. ശരിക്കും ഞാൻ മനസ്സിൽ കണ്ട ഒരു സിനിമയുടെ ഇൻ്റർവെൽ വരെയുള്ള ഭാഗം, എൻ്റെ മനസ്സിൽ ഇൻ്റർവെൽ വരെയുള്ള ഭാഗം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തമ്മിൽ സംസാരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും സിനിമ ഇൻ്റർവെൽ ഉള്ളൂ. കാരണം കഥ പകുതിക്കല്ലേ നിൽക്കുന്നത്. ഇനിയാണ് ശരിക്കും നമ്മുടെ ഇതുവരെ വേൾഡ് ബിൽഡിങ്ങും അതിൻ്റെ പ്രിമൈസ് ബിൽഡിങ്ങും നമ്മൾ ഇഷ്യൂവും പറഞ്ഞു വെക്കലുമാണ് നടന്നിട്ടുള്ളത്. ഇനിയാണ് ആക്ച്വലി ശരിക്കും സിനിമ തുടങ്ങുന്നത്. ശരിക്കും സിനിമ പകുതിയായിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പാർട്ട് 1 എന്ന് പറഞ്ഞ് അബ്രപ്റ്റായിട്ട് നമ്മൾ നിർത്തിയത്. ഈ മണ്ടത്തരങ്ങൾ എഴുതാനാണ് ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം ഒരു ത്രില്ലർ, ബുദ്ധിപരമായ ഒരു ത്രില്ലറൊക്കെ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോജിക്കൊക്കെ വെച്ച് കളിക്കാം. ഈ നോ ലോജിക് അല്ലെ നോ ബ്രെയിനേഴ്സ് ഒക്കെ എഴുതുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ചിരിക്കുകയും കൂടി വേണമല്ലോ. അപ്പോൾ എനിക്ക് ശരിക്കും ഹ്യൂമർ എഴുതാനാണ് ആക്ച്വലി ബുദ്ധിമുട്ട്. മണ്ടത്തരങ്ങൾ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്വയം ഒരു മണ്ടനാവാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അത് വെച്ച് ആളുകളെ സ്ക്രീനിൽ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഇത്തിരി എനിക്ക് പേഴ്സണലി കേട്ടോ, ചിലപ്പം ഹ്യൂമർ എഴുതാൻ എളുപ്പമുള്ള ആളുകളുണ്ടാവാം. എനിക്ക് പേഴ്സണലി ത്രില്ലേഴ്സൊക്കെ എഴുതാനാണ് എളുപ്പം. ഹ്യൂമർ എഴുതാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആളുകൾ ചിരിക്കണമല്ലോ. ചിരിച്ചാൽ കോമഡിയും അല്ലെങ്കിൽ ട്രാജഡിയുമാണ്. അങ്ങനെയാണ് ഹ്യൂമറിൻ്റെ ഒരു പ്രശ്നം.